നമസ്കാരം. രാജ്യങ്ങളുടെ അതിർത്തികൾ ഭൂപടങ്ങളിൽ വരയ്ക്കപ്പെടും. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളെ ഒരു അതിർത്തിക്കും തടയാനാവില്ല. ഇന്ന് പാകിസ്ഥാൻ അധീന കശ്മീരിലെ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും അതാണ് ലോകത്തോട് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം നിരോധനങ്ങളും അറസ്റ്റുകളും ശക്തിപ്രയോഗവും മുന്നോട്ട് വെക്കുമ്പോൾ അസ്വസ്ഥത കൂടുതൽ ആഴത്തിലാകും. നിരവധി മരണങ്ങളും പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സംഭവങ്ങൾ പ്രദേശത്തെ ജനങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അസംതൃപ്തിയുടെ സൂചനയായി പല നിരീക്ഷകരും വിലയിരുത്തുകയാണ്. പാകധീന കശ്മീരിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. JAC എന്ന സംഘടനയെ അധികൃതർ നിരോധിച്ചതിന് പിന്നാലെയാണ് പ്രദേശത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വിവിധ കൂട്ടായ്മകളുടെ സഖ്യമാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. ക്രമസമാധാനം, സുരക്ഷ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞയാഴ്ച അധികൃതർ JACയെ നിരോധിച്ചത്. വെള്ളിയാഴ്ച സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ഒരു വ്യാപാരി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച റവാലാകോട്ട് നഗരത്തിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. വ്യാപാരിയുടെ മൃതദേഹമുണ്ടായിരുന്ന ആശുപത്രി മോർച്ചറിയുടെ മുന്നിൽ JACയെ പിന്തുണയ്ക്കുന്നവർ ഒത്തുചേരുകയായിരുന്നുവെന്ന് റവാലാകോട്ടിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥൻ കമ്മീഷണർ സർദാർ വാഹിദ് ഖാൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന ശ്രമിക്കവേ JAC പ്രവർത്തകർ ഓട്ടോമാറ്റിക് റൈഫിളുകളും പെട്രോൾ ബോംബുകളും മറ്റായുധങ്ങളും സുരക്ഷാ സേനയ്ക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ടും. പ്രതിഷേധക്കാരുടെ പ്രവൃത്തിയോടുള്ള സുരക്ഷാ സേനയുടെ പ്രതികരണത്തിൽ 6 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടപടിക്കിടെ നിരവധി പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വഹീദ് ഖാൻ സ്ഥിരീകരിച്ചു. അതേസമയം അധികൃതർ പുറത്തുവിട്ട സിവിലിയന്മാരുടെ മരണസംഖ്യ ശരിയല്ലെന്നും അതിലേറെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികളും JACയെ പിന്തുണയ്ക്കുന്നവരും പറഞ്ഞു. നേരത്തെ പ്രതിഷേധം നടത്താൻ JAC നിശ്ചയിച്ചിരുന്ന തീയതിക്ക് തൊട്ടു തലേന്നാണ് മേഖലയിൽ സംഘർഷമുണ്ടായത്. പ്രദേശത്തെ നിയമനിർമ്മാണ സഭയിലേക്ക് ജൂലൈ 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തതിനെതിരെയായിരുന്നു ഇവർ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരുന്നത്. നേരത്തെ സംഘർഷം ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്, JACക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്, വൈദ്യുത വിതരണത്തിലെ തടസ്സം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയമായ അരികുവൽക്കരണം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് JAC പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പാകധീന കാശ്മീർ മേഖലയിലെ ജനങ്ങളുടെ അസംതൃപ്തി വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വർഷങ്ങളായി വികസനം, ജനാധിപത്യ അവകാശങ്ങൾ, പ്രാദേശിക സ്വയംഭരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നിലനിൽക്കുന്നതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചില ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അസ്വസ്ഥതകളെ പാകധീന കാശ്മീർ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളുടെ ഭാഗമായി കാണുന്നു. എന്നാൽ പാകധീന കാശ്മീർ ഇന്ത്യയുമായി ചേരുമോ അല്ലെങ്കിൽ നിലവിലെ സ്ഥിതി തുടരുമോ എന്നത് ഭാവിയിലെ രാഷ്ട്രീയ, നയതന്ത്ര, പ്രാദേശിക സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഉറപ്പായ പ്രവചനം സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുമ്പോൾ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയരും. പാകധീന കാശ്മീർ തെരുവുകളിൽ ഇന്ന് മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ പ്രതിധ്വനിയല്ല, അവകാശങ്ങളും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ജനവിഭാഗത്തിന്റെ മുറവിളി കൂടിയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ സമാധാനവും സ്ഥിരതയും കൈവരിക്കുക എളുപ്പമല്ല.